നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വർഗീയ സ്വഭാവമുള്ള സംഘടനകളുടെ പിന്തുണ ചർച്ചയാക്കി മുന്നണികൾ. വെൽഫെയർ പാർട്ടി, PDP, ഹിന്ദു മഹാസഭ എന്നീ സംഘടനകളുടെ പിന്തുണയിലാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഇനി തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനിടയിലാണ് ഈ ഒരു ചെറു പാർട്ടികളുടെ മുന്നണിക്കുള്ള പിന്തുണയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നത്. തിരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്ന സമയത്ത് ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളൊന്നുമല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിനിടയ്ക്ക് അൻവർ അടക്കമുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്തു പോയി. വന്യമൃഗ പ്രശ്നമൊക്കെ ചർച്ച ചെയ്തിരുന്നു, വളരെ കുറച്ച് ദിവസം മാത്രം. പക്ഷേ പിന്നീട് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും വലിയ ചർച്ച, ഇന്നലെയും ഇന്നുമായുള്ള ചർച്ച എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടി, അതോടൊപ്പം തന്നെ PDP, ഹിന്ദു മഹാസഭ എന്ന് പറയുമ്പോൾ അതിലൊരു വിഭാഗമാണ്. ആ വിഭാഗത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി M സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതേ തുടർന്നുള്ള ചർച്ചകൾ, അങ്ങനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. വെൽഫെയർ പാർട്ടി ഒരു വർഗീയ പാർട്ടിയാണ് എന്നും അവരുടെ പിന്തുണ UDF സ്വീകരിച്ചു എന്നുള്ള വിമർശനം LDFിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നു. എന്നാൽ PDPയുടെ LDFിനുള്ള പിന്തുണ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF കേന്ദ്രങ്ങൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, വെൽഫെയർ പാർട്ടി അവരുടെ നിലപാടിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മതരാഷ്ട്രവാദം ഇപ്പോൾ അവർ ഉന്നയിക്കുന്നില്ല തുടങ്ങിയ ന്യായവാദങ്ങളൊക്കെയാണ് UDF നേതാക്കൾ വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കുന്നതിന് ഇപ്പോൾ കാരണമായി പറയുന്നത്. അതോടൊപ്പം തന്നെ ഹിന്ദു മഹാസഭയുടെ പിന്തുണ ഞങ്ങളാരും ചോദിച്ചു പോയിട്ടില്ല എന്ന LDF പറയുന്നുണ്ട്. PDP ഒരു മതേതര നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അതിനാലാണ് PDPയുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചത് എന്നുള്ളതാണ് LDFിൻ്റെ ഒരു നിലപാട്. എന്തായാലും ഈ ചെറു പാർട്ടികളുടെ നിലപാട് അല്ലെങ്കിൽ അവരുടെ പിന്തുണയൊക്കെ തേടി പോകേണ്ട ആവശ്യം ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്ക് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നിലമ്പൂരിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഏത് ചെറു കക്ഷികളാണെങ്കിലും അവരുടെ നിലപാടുകളൊക്കെ അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് പിന്തുണ കിട്ടുന്ന അത്ര പിന്തുണ സമാഹരിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് കക്ഷികൾ എത്തുകയാണ്. കാരണം ജീവമരണ പോരാട്ടമാണ്. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. ആ ദിവസത്തിനുള്ളിൽ പരമാവധി വോട്ടുകൾ സംഭരിക്കുക. അതിനിപ്പോൾ ഇത്തരം ഉയർന്നു വരുന്ന ചെറിയ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതൊക്കെ ജനമങ്ങ് മറന്നോളും എന്നുള്ള നിലയ്ക്കാണ്